വെച്ചാൽ ഒരു എന്താന്ന് വെച്ചാൽ എൻ്റെ ചേച്ചി ഞായറാഴ്ച വന്നത് കാരണം ഒരു പ്രാങ്ക് വീഡിയോ കൊടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരെയും പഠിപ്പിച്ച് കാണിച്ചു തരാം. അച്ഛൻ ഇവിടെ വരെയായി സ്റ്റെപ്പൊക്കെ തൂത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മേലെ. അപ്പം ഞാൻ കയറും. ഡോർ തുറക്കാതെ എനിക്ക് കയറാൻ പറ്റൂല. അതെൻ്റെ അച്ഛൻ. അച്ഛാ ഇങ്ങനെ എനിക്കില്ല, എൻ്റെ അമ്മക്ക് മാത്രം പാടില്ല. നമുക്ക് പനി കേട്ടോ. എനിക്ക് അതുകൊണ്ട് വിഷമമായിട്ടോ. അല്ലെങ്കിലും ഈ യൂട്യൂബ് ചാനൽ ചെയ്യുമ്പോൾ അമ്മ കേട്ടോ പിടിച്ചതന്നെ. ഇപ്പം ഞാൻ തന്നെ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. ക്യാമറ ഇവിടെ ഇല്ല. ക്യാമറ വാങ്ങാൻ ഞങ്ങൾക്ക് എത്ര വയസ്സെന്നൊന്നും അറിയാൻ മേല. ഇത് കിടക്കുകയാണ് കേട്ടോ ഗായ്സ്. എനിക്ക് അവിടെ ഭയങ്കര വിഷമമായിട്ടുണ്ട്. പിന്നെ ഡോർ അടച്ചിരിക്കട്ടോ. ഭയങ്കര പാട്ടാണ്. കുടിക്കുമ്പോഴും ഞങ്ങൾ തുടയ്ക്കുമ്പോഴും ഈ വീട്ടിൽ നമുക്ക് പാടില്ലാത്ത അപ്പം ചേച്ചി വരെ നേരത്തൊക്കെ ഞങ്ങൾ രണ്ടുപേരും പാട്ട് പാടിക്കൊണ്ട് എല്ലാ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ചേച്ചി അതാണ് ഈ നിൽക്കുന്ന എൻ്റെ ചേച്ചി. ഇപ്പം റെഡ് ഉടുപ്പിട്ട് കണ്ടില്ലേ, ആ ഓറഞ്ച് ഉടുപ്പിട്ടിരിക്കുന്ന എൻ്റെ സുജാമ. ചേച്ചി ഇതാണ് പോയിട്ട്. ഓക്കെ, നമുക്ക് ഇനിയിപ്പോ ഒരാളെ ഇപ്പം 3 പേരെ കണ്ടില്ലല്ലോ. 3 പേരുണ്ട്. പക്ഷെ എത്ര മണിയാവുന്നു? ഞാൻ നല്ല അടുത്ത വർഷം ഞായറാഴ്ച എന്നേക്ക് പറയാം കേട്ടോ. അമ്മ ഹായ് കഴിച്ചേ. ഹായ് ഹായ്. ഓക്കെ, 2 പേരും ഇപ്പൊ ഹായ് കാണിച്ചു. കാര്യം നമുക്കറിയാത്ത മേലുണ്ട്. ഒരാളിവിടെ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ത് സാധനം? എന്തിനാ അച്ഛാ? അപ്പൊ ഹായ് കാണിച്ചേ. ഹായ്. ഭയങ്കര ശബ്ദമാണ്. ചൂടുവെള്ളം അവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടില്ലായിരുന്നു. നമ്മുടെ ഇതിന്റെ യൂട്യൂബ് മാറ്റി എന്ന് പറഞ്ഞ കാരണമില്ല. എൻ്റെ ചേച്ചിയുടെ കൊടുക്കാം. ചേച്ചിക്ക് ഞാൻ ഒരു പ്രാങ്ക് വീഡിയോ യൂട്യൂബ് ചാനൽ കൊടുത്താൽ എനിക്ക് കഥാപാത്രത്തിൻ്റെ ചുമയെന്നേ ഉള്ളു. പിന്നെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ചേച്ചിൻ്റെ അടുത്ത് ഫോൺ വെച്ച് കൊടുക്കാം കേട്ടോ. ക്യാമറ മുടിപ്പോയായിരുന്നു. അയ്യോ പൊള്ളിക്കുന്നല്ലോ, ചൂടുന്നില്ലല്ലോ. മുട്ട റെഡിയാക്കി കാണിച്ചു കൊടുത്തേ. മുട്ട കാണിച്ചു. ഇതാണ് മുട്ട. ഇങ്ങനെ ഞങ്ങൾ മുട്ട ഉണ്ടാക്കിയത്. അല്ലെങ്കിലേ ഫുൾ മുട്ട കഴിച്ചാൽ ഞങ്ങൾക്ക് ഇതായി പോട്ടോ. എനിക്കാണെങ്കിൽ ഇവിടെ ഒരു പൊട്ടരയുണ്ടായിരുന്നു. അതിപ്പോൾ പുറത്ത് കാരണം ചെറുതായിട്ട് എന്ത് മുട്ട കഴിക്കുമ്പോൾ നീറല് പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിക്കി ഇടുമ്പോൾ എനിക്ക് നീറലില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇതായിട്ടോ. അച്ചി ചേച്ചി അടി ചെയ്യുന്നേ. ഇതേ ആളെ നിപ്പുണ്ട്. എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പറഞ്ഞായി പോകുന്നുണ്ട്. കഫക്കെട്ടലിൻ്റെ ചുമയാണ് കേട്ടോ എനിക്ക്. ഇപ്പം എനിക്ക് എന്നാ പറ്റിയെന്ന് വെച്ചാൽ ഗൈസ്, നല്ല ചുമയും കഫക്കെട്ടലിൻ്റെ ചുമയൊക്കെയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് എന്തായിരുന്നു വെച്ചാൽ മറ്റൊരു കാര്യം കൂടെ പരിചയപ്പെടുത്താൻ പറഞ്ഞത്. മറ്റേ ഒരു ശബ്ദം ഇട്ട് കേൾക്കുന്നുണ്ട്. ചോറൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് മുട്ട ഓക്കെ. ചോറ് കേട്ടോ. ചോറ് ഞങ്ങളുടെ ബോർഡ് കളിക്കുന്നത് സോഫയിലായിട്ട് ഇട്ടു. ഇവിടെ ഞാൻ ടിവിയിൽ സീരിയൽ വരുമ്പോൾ കിടക്കുന്ന TV ഡാറ്റ ബോളിൻ്റെ കൂടെ കിട്ടിയത് അച്ഛൻ വാങ്ങി തന്നതാ കുഞ്ഞായിരുന്നപ്പ.
റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അവർക്ക് പനിയായിരുന്നപ്പോഴേ വെള്ളം കുടിക്കാൻ വിട്ട് ഇവിടെ നടക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ മൊബൈൽ ഓഫ് കേസ്. ഓക്കെ നമുക്ക് എന്താ